ഹായ് അസ്സലാമു അലൈക്കും. അപ്ലസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രക്തക്കുറവിന്, ക്ഷീണം പോലുള്ളതൊക്കെ മാറാനും പിന്നെ നല്ല ശരീരം പുഷ്ടിപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഐറ്റമാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്താണ് നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്ന 3 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 1/2 കിലോ ഈത്തപ്പഴമാണ് കേട്ടോ. ഇതൊന്ന് കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തതാണ്. ഒട്ടും വെള്ളം തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പം അത് നമുക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ ഓരോന്നിൻ്റെയും കുരു ഒന്ന് മാറ്റിയിട്ടെടുക്കണം. അപ്പോൾ മുഴുവനും കുരുവൊക്കെ മാറ്റി ഈത്തപ്പഴം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്ത എള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം എള്ളാണ്. അപ്പോൾ ഈ എള്ള് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് ഞാനൊരു ഫ്രൈ പാനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എള്ള് ദേ ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വറുത്ത ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം അതിൽ നിന്ന് വരും. നമ്മുടെ എള്ളുണ്ടയുടെ ഒക്കെ ഒരു മണം വരും. അതുപോലെ തന്നെ എള്ള് നമ്മളൊന്ന് എടുത്ത് വായിലിട്ട് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എള്ള് വറുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈത്തപ്പഴം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കൊന്നും വേണ്ട. ആ ഈത്തപ്പഴം ഒന്ന് ക്രഷ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളതൊന്ന് അരച്ചിട്ടെടുക്കാൻ. കുറച്ചൊക്കെ പീസായിട്ട് കിടക്കണം. ആ ഒരു രീതിയിലൊന്ന് ചതച്ചെടുക്കാമെന്ന് പറയാം കേട്ടോ. ആ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന എള്ളു കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അതും ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിക്കേണ്ട. കുറച്ച് കടിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഒന്ന് മിക്സി ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. അപ്പം ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈത്തപ്പഴത്തിനകത്തോട്ട് എള്ളു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ്. തേൻ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് വലിയ ബോട്ടിലിലെ തേനായതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു കറക്റ്റ് അളവ് അറിയാക്കാത്തത്. നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ഗ്രാമിൻ്റെ ഒരു ചെറിയ കുപ്പിയിൽ തേൻ വാങ്ങിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. തേനൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അതൊന്നങ്ങ് മിക്സാക്കി കൊടുക്കണം. ഈത്തപ്പഴവും എള്ളും തേനും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ആവണം കേട്ടോ. സ്പൂൺ വേണമെന്നില്ല, നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈത്തപ്പഴം നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തിക്നെസ്സിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാൽ അത് മിക്സ് ആവാനൊരു പാടാണ്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ തേനും എള്ളും ഈത്തപ്പഴവും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. നല്ലൊരു കട്ടിയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയോ ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കായാലും കൊടുക്കാൻ പറ്റും. നമുക്ക് കഴിക്കുകയും ചെയ്യാൻ. രക്തക്കുറവ്, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതെല്ലാം മാറും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ശരീരം നന്നാവാനൊക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. കേടാകത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.